അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് സൺഡേത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ ഒന്ന് നേരത്തെ ജോലിക്ക് പോകുന്നുണ്ട്, വിസിറ്റ് ഉണ്ട്. അപ്പോൾ നേരത്തെ പോയിട്ടുണ്ട്. തേജപ്പൻ ഉറങ്ങാണ്, ഞാനും ഉറങ്ങാണ്. ഞാൻ എനിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വിൻഷേട്ടൻ എനിക്ക് കുളിച്ചു, ഇത് പുറപ്പെട്ടു, ചായ കുടിക്കാറാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. അത് വേഗം കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് കേട്ടോ ആൾ. അപ്പോൾ ഞാൻ വാതിലൊക്കെ തുറന്ന് അടയ്ക്കണ്ടേ, അപ്പോൾ അതിന് എനിറ്റതാട്ടാ. എന്നോട് ഉറങ്ങിക്കോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എനിറ്റാൽ മതി എന്ന് നേരത്തെ ഇരിക്കണതല്ലേ ഈ കിടുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നേരം വെളുത്ത് വരുന്നുണ്ട്, അതായത് 6 മണി 6:30 ആ ഒരു സമയം ആവാനാണ് ചാൻസ് കേട്ടോ. ഇപ്പോൾ വലിയ ഓർമ്മയില്ല. അങ്ങനെ അതേ വിൻഷേട്ടൻ പോയി, ഇനി വരുമ്പോഴേക്കും ഞാൻ എനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്ന് സൺഡേ ആയിരുന്നു. ഞാൻ വിസിറ്റ് പോയിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. കുറച്ച് 2-3 കസ്റ്റമറെ കാണാണ്ടായിരുന്നു. ഇന്നിപ്പോൾ എത്തി. സൂര്യ അടുക്കളയിൽ പണിയിലാണ്. ഇതുവരെ അവൾ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. തേജാപ്പി നല്ല മയക്കത്തിലാണ്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിരുന്നിട്ട് ആള് അത് വൈഡായിട്ട് കിടക്കണം. എന്താ അടുക്കളത്തെ അമ്മായി, അടുക്കളമ്മയുടെ ഒന്നും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. മറ്റേ നേരത്തെ കുളിക്കാറുള്ളതാണ്. ഇന്നിപ്പോ സൺഡേ ഉണ്ട്, കുളിച്ചിട്ടൊന്നുമില്ല ആള്. മൺഡേ അല്ല, സൺഡേ. എന്തായാലും ഉണ്ടാക്കിയാണ്. പിന്നെന്താ കണ്ടോ നമ്മളെടുത്ത് തുടങ്ങിയപ്പോ നാശായത കിട്ടി തുടങ്ങി. ദോശ ഉണ്ടല്ലേ ദോശക്ക് ഞാൻ വിചാരിച്ചതേ വിൻഷേട്ടൻ 10 മണിയാകുമ്പോ വരുന്നു. അത്ര നേരത്തെ വരുന്നത് അവളെടുക്കുമ്പോ നന്നായി എടുക്കും. നമ്മളൊക്കെ എടുത്തു തുടങ്ങിയപ്പോഴേ നാശായ ദോശ കിട്ടി തുടങ്ങിട്ടാ. ഇപ്പൊ എന്താ കാട്ടുന്നത്? എണ്ണക്കുപ്പിയോ ചട്നി ഒക്കെ ഉണ്ടാക്കിട്ടോ. ചായ, കട്ടൻ ചായ, ചട്നി, ദോശ. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ബീഫ് വാങ്ങിട്ടോ. വിൻചേട്ടൻ വീഡിയോ എടുത്ത് പഠിക്കുകയാണ്. ഇതൊക്കെ മുന്നേ നമ്മള് ചെയ്ത് കഴിഞ്ഞില്ല സൂര്യ വീഡിയോ എടുക്കലൊക്കെ. വിശക്കുണ്ട് സൂര്യ. സമയം എത്രയായി? 9:05 അപ്പൊ അങ്ങനെ ഇനി കുറച്ചായിട്ട് കാണാട്ടോ. ദോശ ഫിനിഷ് ആയിട്ടില്ല, തണവ് വിട്ടിട്ടില്ല. ഇനി എന്ത് തണവായാലും സൂര്യ നല്ല ദോശ. ഇനി വേണോ? നീ മതി, ഒരെണ്ണം മതി. തേജ് എനിക്കും ഉണ്ടാക്കാം. ചാടുന്നുണ്ട്. സൂര്യ ക്ലീനിങ്. ഞാൻ ചായ കുടിക്കട്ടെ, കുളിച്ചിട്ടില്ല. വേറെ നല്ല ക്ലീനിങ്. ഇവിടെ പൂരം തുടങ്ങുകയാണ്. മാവ് കടിച്ച്. അപ്പൊ ഈ റൂമില് കട്ടിലൊക്കെ ഒന്ന് നീക്കി ആ റൂം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ നാളെ തൊട്ടിട്ടേ ചെയ്യുള്ളൂ. എന്നിട്ട് ഞാൻ കുളിക്കണുള്ളൂ കേട്ടോ. എന്താ ഇപ്പൊ ഈ റൂം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ കട്ടിലെടുത്തിട്ട് ഇങ്ങോട്ട് ഇടും, അല്ലെങ്കിൽ മുന്നിട്ടിടുന്ന പോലെ ഇങ്ങനെ ഇടും, എങ്ങനെയൊക്കെ ഇടും. അതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കണം. ഞാൻ ഇവിടെയും മോൾ ഭാഗം മാത്രമേ ക്ലീൻ ആക്കണുള്ളൂ. പിന്നെ നാളെ തൊട്ടിട്ട് ഇവിടെ ക്ലീൻ ആക്കും. അപ്പം നാളെ ആ വ്ളോഗ് എടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ഇത് ഉൾപ്പെടുത്തണില്ല, കാരണം ഉൾപ്പെടുത്തിയ ഇന്നത്തെ സമയം അങ്ങനെ വ്ളോഗ് വല്ലാണ്ട് വലുതായി പോവും. കാരണം ഇന്ന് ഞാനൊരു ഫുൾ ഡേ എടുക്കണ്ടല്ലോ. അപ്പം അതിൻ്റെ കൂടെ ഒന്നും കൂടി മിക്സായി റെഡി ആവില്ല. അപ്പം ഞാനിത് മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിൻഷേട്ടൻ എനിക്ക് ഇത് നമ്മുടെ ഫാനുകളൊക്കെ തുടച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഫാന് തുടയ്ക്കാനാണ് എനിക്ക് ഏറ്റവും സമയം എടുക്കാറ്. അപ്പം എല്ലാ റൂമിലും എല്ലായിടത്തും ഫാനുകൾ ഈ റൂമിൽ തുടച്ചൊന്നും ഇനിയിപ്പോൾ ഇത് ഈ റൂമിൽ തുടയ്ക്കാൻ പോവാട്ടോ. റൂമല്ല, ഹാളിലെ ട്രൈപോഡ് വെച്ച് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യണതൊക്കെ. പക്ഷെ അതിൻ്റെ പിന്നിൽ നിൽക്കുമ്പോഴേ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കില്ല. ഈ ഒരു പെട്ടി കളയാനുള്ളതാണ്.
അപ്പം എന്തായാലും ഞങ്ങൾ പണികൾ വേണ്ടി തീർക്കട്ടെ. വേറെ കുറച്ച് പരിപാടി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ബീഫ് വെക്കാണ്ട് ചാർജ് ചെയ്യാൻ വെക്കാട്ടെ ഫോണ്. ബീഫ് വെക്കാണ്ട് പിന്നെ ഫാൻ തുടക്കൽ കഴിഞ്ഞപ്പോൾ വിൻഷാട്ട് ഇതേ നമ്മുടെ ആ വെള്ളമില്ലേ പ്യൂരിഫൈ ചെയ്ത് വരുന്ന വെള്ളത്തിൻ്റെ ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മോളും അവിടെയൊക്കെ എനിക്ക് തുടച്ചു തന്നു. ഈ ഒരു മോൾ ഭാഗമില്ല റാക്കിൻ്റെ അവിടെയൊക്കെ തുടച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഞാനിതേ ഞാൻ ക്ലീൻ ആക്കുന്ന ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റി ഇതിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുക്കാത്തത്. ഇവിടെ അതെ ഞാൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തേജ് ഉറങ്ങി എനിക്കുമ്പോഴേക്കും ഒരുവിധം സെറ്റാക്കണം, അല്ലെങ്കിൽ നല്ല പൊടിയും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൻ എനിക്കുമ്പോഴേക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഈ വാതിലൊക്കെ അടച്ചിട്ട് അവൻ അവിടെ കിടത്തിയിട്ട് നമ്മൾ ചെയ്യണത്. ഞാനിപ്പോൾ അടുത്ത ബെഡ്ഷീറ്റ് എടുത്ത് പോവാട്ടോ. അവിടെ ബെഡ്ഷീറ്റ് മാറ്റണ്ടേ. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ കുളി കഴിഞ്ഞു. കുറേ പണി ഉണ്ടായിരുന്നു. നല്ല നേരം വൈകിട്ടുണ്ട്. അന്ന് കുളീൻ്റെ കഴിയുമ്പോൾ 12:45 ചോറായിട്ടുണ്ട്. ചോറിന് വാർക്കാൻ വെക്കണം. വിൻഷേട്ടനാണ് അടുക്കളയിൽ കയറിയിട്ട്. വിൻഷേട്ടൻ ബീഫ് റോസ്റ്റ് എന്തൊക്കെ ചെയ്യണം പറഞ്ഞാൽ ചെയ്യുന്നുണ്ട്. ഞാൻ വേറൊരു കറിയും കൂടി പച്ചക്കറി ഇല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു കറിയും കൂടി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ റോസ്റ്റ് ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്ക് ചാറ് കൂട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊരെണ്ണം ചെയ്യണമെങ്കിൽ അതൊക്കെ ഇനി വേഗം 1:30 എല്ലാം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ ക്ലീനിങ് അല്ല ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞത്. ബെഡ്റൂം തുണിയോട് ഉണങ്ങിയത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മടക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പം അതെ ഞാൻ ബെഡ്റൂമിൽ നിന്ന് പ്രാവശ്യം ചേഞ്ച് ചെയ്തു. ഇങ്ങനെയാട്ടോ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ കട്ടിൽ അവിടെ കിടന്നു, അതെടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടു. ആദ്യം ഈ കട്ടിൽ ഇങ്ങനെ ഇട്ടിടുന്നത്, തലഭാഗം ഈ സൈഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയായിരുന്നു കിടന്നത്. ഇപ്പം ഞാനത് അങ്ങോട്ട് ഇട്ടുണ്ടായിരുന്നു, ഇപ്പം ഇത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാട്ടോ വരണത്. ഇത് മടക്കി വയ്ക്കാണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ തുണിയോളും ഉണങ്ങിയത് കൊടുന്നിട്ടു, തിരുമ്പിയിട്ടു തുണിയോൾ. അപ്പോൾ ഉണങ്ങിയത് എടുത്ത് വെച്ചതാട്ടത്. ഞാനിവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. എന്താട്ടാ ഇത് ഞാൻ മുന്നേ സെറ്റ് ചെയ്തിട്ടുള്ളതാ, പക്ഷെ രാത്രി കാണാനോ രസം. അപ്പം അത് ഇങ്ങനെയാട്ടോ ബെഡ് ഇട്ടേക്കണ്. അടച്ചാലോ നീ. അപ്പം അതെ ഡോർ അടയ്ക്കാട്ടോ. ഇനി എന്താ വെച്ചാൽ കിച്ചണിൽ പോട്ടെ. പണിയോള് ഞാൻ തുടങ്ങട്ടെ കേട്ടോ. ട്രൈപോഡിൽ കൊണ്ടേക്കാം. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോഴേക്കും വിൻഷേട്ടൻ അതെ നമ്മുടെ ബീഫ് കിട്ടാ, ബീഫ് വെക്കാനാണ് വിൻഷേട്ടനാണ് കേട്ടോ അന്ന് ഫുള്ള് വെക്കണത്. അതിൻ്റെ ലാസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ അതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. സബോള സംഭവങ്ങളൊക്കെ വിൻഷേട്ടൻ അരിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വാർക്കാൻ, അതായത് ചാക്സനിൽ ഇറക്കി വെച്ചിട്ടായിരുന്നു ഞാൻ കുളിക്കാനും ബാക്കി പണികളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് അത് വാർക്കാൻ വെച്ചു. വിൻഷേട്ടൻ അവിടെ സബോള പച്ചമുളക് എല്ലാം ഒറ്റയ്ക്ക് അരിയുന്നുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വെള്ളം കലക്കാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വിശപ്പിക്ക് തോന്നിയായിരുന്നു. അപ്പം ഞങ്ങളിതേ വെള്ളം കലക്കി, കാരണം ഞങ്ങളിത് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ 1 മണിക്ക് ആയിട്ടുണ്ടാവും. 1 മണിക്കാണ് ഞങ്ങൾ ചോറിൻ്റെ കറി, അതായത് ബീഫ് പോലും വെക്കാൻ നോക്കണത്. ഈ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും 12 മണി. ആ ചായ കുടിച്ചിട്ടുള്ളതല്ലേ. അപ്പം ഞാൻ എന്നിട്ട് കുറച്ചൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാരങ്ങ വെള്ളം ഇട്ട് നന്നായി കൊഴിച്ചിട്ട് കലക്കുന്നുണ്ട്. അപ്പോൾ വിൻഷേട്ടൻ കുക്കറിൽ വേവിക്കാൻ വെച്ചേക്കട്ടെ ബീഫും വേറെ എന്തോ ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടിട്ട്. അപ്പം ഞാൻ വിൻഷേട്ടനും വെള്ളം കൊടുത്തു. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. എന്താണോ നല്ല വിശപ്പുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അയ്യോ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വേഗം ഒരു ഗ്ലാസ് വെള്ളം ഞാനും കുടിച്ചിട്ട്, അത് കുടിച്ചപ്പോഴാണ് സത്യം പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം. ഇത് 2 ഇറക്കി ഇറക്കിയപ്പോഴേക്കും എനിക്കൊരു സമാധാനമായി. അതുവരെ ഭയങ്കര വയറ് കളിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ തേജപ്പനെ കൊണ്ടുകൊടുത്തുട്ടോ. ഞാൻ അവിടെ തേജുവിൻ്റെ ഫ്രണ്ട്സും ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർക്ക് 3 ആൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേജ് ഫുള്ള് കുടിച്ചിട്ടൊന്നുമില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. അവനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണോണ്ട് അങ്ങനെ വലിയ ഇതില്ല കേട്ടാ. കുട്ടിക്ക് പോലും വേണ്ട. ബീഫ് റെഡി. ഇതാട്ടാ വിൻഷാന്റെ ബീഫ് ആവണല്ലോ. ബീഫ് തേജു ഓടി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ആ ബീഫിന്റെ കൊലം കണ്ടപ്പോഴേക്ക് പേടിയായിട്ട് ഈശ്വര അത് കൂട്ടിയിട്ട് എങ്ങനെ ചോറിന് ഒരു ഗ്രേവിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാട്ടോ ഞാൻ എക്സ്ട്രാ ഒരു കറി വെക്കണത്. ഞാൻ വെറുതെ ഓമക്കായും ഉരുളൻകിഴങ്ങും പിന്നെ സുത്തിച്ചേച്ചി നമ്മുടെ മുരിങ്ങക്കായും തന്നിട്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് വെറുതെ പരിപ്പൊക്കെ ഇട്ടിട്ട് തേങ്ങ കരച്ചൊഴിച്ച് വെറുതെ ഒരു കറി വെച്ചു വിട്ട പേരിന്. എന്തെങ്കിലും ഇനിയിപ്പോൾ ആ തേജുനൊന്നും ഇഷ്ടമായില്ലെങ്കിൽ പപ്പടം കൂട്ടിയിട്ടെങ്കിലും കൊടുക്കാമല്ലോ അതൊക്കെ കൂട്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട്. എന്തിട്ട് ഇളക്കണത്? ഞാൻ ഇവിടെ ഗൈസ് വേറെ പച്ചക്കറിയും കൂടി ഉണ്ടാക്കണ്ടിട്ട് എനിക്ക് വലിയ റിസ്ക് എടുക്കാൻ.
ഷാൻചാട്ടിന്റെ ചാനൽ കണ്ടിട്ടാണ് ഉണ്ടാക്കണത്. എന്നിട്ട് നാശമായി ആളെ കുറ്റം പറയും ചെയ്യും. ഇതുവരെ നാശമായിട്ടില്ല. ഇനീഷ് ഉണ്ടാക്കിയ ഒരു ട്രൈയും ഇതുവരെ നാശമായിട്ടില്ല. ഒറ്റ ട്രൈ പോലും. വേഗം കുക്കർ കഴിച്ചെനിക്ക് കറി നോക്കാറുണ്ട്. വര വര വരട്ടെ. എന്താ പച്ചമുളക് അരിയണം. ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണേ. ടേസ്റ്റ് നോക്കിയിട്ട് അതാ വേവിച്ച് വെച്ച സമയത്ത് നല്ല പീസ് നോക്കിയെടുക്കും. എങ്ങനെയുണ്ട് പറയ്. പറയുമ്പോ എല്ലാ കാര്യം പറയണ. പൊട്ടാണെങ്കിൽ ഞാൻ പൊട്ടാന്ന് പറയാറുണ്ട്, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാറുണ്ട്. ഇത് സംഭവം പിടിക്കുന്നുണ്ട്. അപ്പൊ സ്പേസ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ക്യാമറ ഓഫ് ആയിട്ടോ. അപ്പൊ പിന്നെ ഞാൻ വേഗം അതൊക്കെ റെഡി ആക്കിയിട്ട് ഇത് വേഗം ചോറൊക്കെ വിളമ്പി നമ്മൾ കഴിക്കായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലേ സംഭവം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ എത്ര ഹോട്ടലിൽ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ഫസ്റ്റ് ബീഫാണ് കൂടുതൽ പറയാറ് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സംഭവം സൂപ്പറായിരുന്നു. ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യമുള്ള പോലെ പറയും. ഈ സാധനം സൂപ്പറായിട്ട് ഇൻഷാട്ട് ഇതുവരെ വെച്ചേല് ഏറ്റവും ടേസ്റ്റ് ഇതാ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടേസ്റ്റ് ആയിട്ട് ചിക്കൻ ബീഫ് സൂപ്പറായിട്ട്. തേജു എങ്ങനെണ്ടാ? തേജോ ഡാ ബീഫാനുണ്ട്. ഡാ തേജോ ബീഫാനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ള കാര്യം പറയാം. ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ അത് വൈകിട്ടത്തെ സമയം കേട്ടോ. നമ്മൾ ചോറിനുമ്പോൾ തന്നെ 3 മണി 3:30 ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങിയിട്ടാ. ആ ഒരു 3:30 ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഞാൻ അമ്പലത്തിലെ പാട്ട് കേൾക്കുമ്പോൾ 5:30 ഞാൻ എണീറ്റത്. നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പാട്ട് കേട്ട് എനിക്ക് വന്ന് നോക്കുമ്പോഴാണ് അച്ഛനും മോനും കൂടിയിട്ട് ഇത് ഇവിടെ നല്ല ക്ലീനിങ് പരിപാടിയായിരുന്നു. പകുതി വരെയല്ലോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എന്താ പറയുക, ഇല പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഈ സൈഡിക്കും കൂടിയും പറിക്കാണ്ടായിരുന്നു. ഈ വള്ളിച്ചെടി പെട്ടെന്ന് പടർന്ന് ഇവർ എത്ര ക്ലീൻ ആക്കിയാലും വരുന്നൊരു സാധനമായിട്ടത്. അപ്പം ഇതിപ്പോൾ കൂടുതലും മിൻഷേട്ടനായിട്ടേക്ക് ക്ലീൻ ആക്കി തരാറ്. അപ്പം എന്നെ ഉറങ്ങാൻ വെച്ചിട്ട് വിളിക്കാനൊന്നും വന്നില്ല കേട്ടോ. ഞാൻ ഇവർ വിളിക്കണോ അല്ല, ഇവർ വിളിക്കാത്തതുകൊണ്ട് ഞാൻ സുഖമായി കിടന്ന് ഉറങ്ങി. അല്ലെങ്കിൽ ചായ കുടിക്കണ നേരത്തേക്ക് ഞാൻ വിളിക്കാറുണ്ട്. ഇത് ഞാനിപ്പോൾ അമ്പലത്തിലെ പാട്ട് കേട്ടിട്ട് നേരം വെളുത്ത് വെച്ചിട്ടൊക്കെയാണ് എനിക്ക് വന്നത്. പിന്നെ സുധചേച്ചിയുടെ അവിടേക്ക് നിൽക്കണ ആവശ്യമില്ലാത്ത ചെടികളും കാര്യങ്ങളും. ഇത് കറിവേപ്പില കേട്ടോ. അത് കുറെ ഉണ്ട് അവിടെ. അപ്പോൾ ഇത് ഉണങ്ങുകയെന്നും പറഞ്ഞിട്ട് അതിൻ്റെ കടക്കുന്നൊന്ന് വെട്ടിക്കളഞ്ഞു കേട്ടോ. പിന്നെ പൊടിച്ച് വരാച്ച വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ തേജുവിന് കുറെ നേരം വാശിയായി, അവന് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ഗെയിമാണ് കേട്ടോ. തേജു മിൻഷാട്ടിനും കൂടിയിട്ട് ഇതൊരു ഗെയിം കളിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വെള്ളം കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അതും കുടിച്ചോണ്ടാണ് കളിക്കണത്. തേജുവിന്റെ കാലിൻ്റെ ഇടയിൽ കൂടെ ബോൾ അടിക്കണം, അതാണ് ഗെയിം. അവർക്ക് ആ നാരങ്ങ വെള്ളം കുടിക്കാം. തേജു ഉണ്ടാക്കിയ ഗെയിമാണേ. അയ്യേ എന്താടോ ഇനി തേജു വേഗം ആ വെള്ളം ഫുള്ള് കുടിച്ചു തീർക്കും. ഇട്ടാ ഇല്ലേ ആ വെള്ളപ്പം അത് കുടിച്ചു തീർക്കും. മുൻചേട്ടൻ ക്ലീനിങ് അവസാനിപ്പിച്ചപ്പോ ഗെയിമായിട്ടാ പോയാ. അയ്യേ ചീറ്റിപ്പോയി. അതാ ആ ചൂലെന്താ ഇവിടെ ഇട്ടേക്കണ്? കന്നാസും കടലാസും ഗൈസ്. ഇത് കന്നാസ്, ഇത് കന്നാസ്, ഇത് കടലാസ്.
മുറ്റത്ത് പണിയായിരുന്നു. കന്നാസും കടലാസും എന്റെ കുട്ടീന്റെ 3 മണി മുതൽ 3 മണി മുതൽ എന്റെ കുട്ടി അതെ 3:30ക്കാണ് ചോറുണ്ടാക്കണത്. 3 മണിയിൽ കുട്ടി ഹലോ 3:15 ചോറുണ്ടാക്കണത്. അത് പറഞ്ഞാ 3 മണി മുതൽ എന്റെ കുട്ടീന്റെ ഒപ്പം കന്നാസിനെ നോക്കട്ടെ. കന്നാസ് പാവം റെസ്റ്റ് എടുത്തിട്ടില്ല. കന്നാസ് നോക്കട്ടെ. എന്താ കന്നാസ് കാട്ടണ? കന്നാസ് പോയി കുളിക്കേ. അങ്ങനെ അതെ രാത്രി ഞങ്ങളിപ്പോൾ പുറപ്പെട്ടു പോണത് വിൻഷാന്റെ വീട്ടിലേക്കാട്ടോ. അവിടെ അമ്മയുടെ അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ വല്യമ്മ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഫോട്ടോ ഉണ്ടോ എന്ന് വെച്ചിട്ടായിരുന്നു വല്യമ്മ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതേ വൈകിട്ട് ഞങ്ങളിതേ കേക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് നമുക്ക് പട്ടാമ്പിക്ക് പോകാമെന്നുള്ള പ്ലാനിലാട്ടോ. അതായത് പട്ടാമ്പി നേർച്ച നടന്നു കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ ഞങ്ങൾ പട്ടാമ്പി നേർച്ച, ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ഒറ്റ നേർച്ചയും കണ്ടിട്ടില്ല കേട്ടോ. അവിടെ നമ്മുടെ അടുത്തുള്ള കറുവത്തൂർ നേർച്ച ആയിക്കോട്ടെ, കൂറ്റനാട് നേർച്ച ആയിക്കോട്ടെ, ഒന്നിനും ഞാൻ പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല കേട്ടോ. 5 വർഷമായിട്ടോ കല്യാണം കഴിഞ്ഞ് വന്നിട്ട്, പക്ഷെ അത് ഞാൻ കണ്ടിട്ടില്ല. കറുകപ്പത്തൂര് നേർച്ചടന്നും കൂറ്റനാട് നേർച്ചടന്നും മിൻചേട്ടൻ നേരം വൈകിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ രാത്രി വേണ്ട പോണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ പിന്നെ നിന്നിട്ടില്ല കേട്ടോ പോവാനുള്ള ഒരു ഇതിൽ. അപ്പോൾ മിൻചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൂറ്റനാട് നേർച്ചയ്ക്ക് പിന്നെ ആന പാപ്പാനെ കുത്തിക്കൊല്ലിന് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ഈശ്വര പോവാഞ്ഞ് നന്നായി എന്ന് വരെ ഞങ്ങൾക്ക് തോന്നിയിട്ടാ. അങ്ങനെ നമ്മളിന്നാ പട്ടാമ്പി നേർച്ച കണ്ടിട്ടില്ലല്ലോ, വായു പോവാം, ഇന്നിപ്പോൾ സൺഡേ അല്ലേ, തിരക്കൂലൊന്നുമില്ല, നമുക്ക് അതായത് നമുക്ക് തിരക്കില്ല, അവിടെ തിരക്കുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോകാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ കേക്ക് വാങ്ങാൻ വന്നേക്കാട്ടാ. ഇത് നമ്മുടെ ചാത്തന്നൂർ ഉണ്ണിയേട്ടൻ്റെ അവിടേക്ക് ബേക്കറിയിൽ വന്നിട്ടാണ് ഞാൻ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ സംഭവം അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ വീഡിയോ കൊടുക്കാട്ടോ. അങ്ങനെ നമ്മളിത് വിൻഷാട്ടിൻ്റെ വീട്ടിലെത്തിയിട്ടാ. നമ്മൾ വരുന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സർപ്രൈസ് പോലെ അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ TV കാണുക. അമ്മ എന്തോ പണിയിലായിരുന്നു. അമ്മമ്മ ഉമ്മർത്തിരിക്കണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മ കുറേ നേരം ഉമ്മർത്തിരിക്കും, കാരണം എപ്പോഴും അമ്മമ്മ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക തന്നെയല്ലേ ചെയ്യുക. അപ്പോൾ ആ ഒരു ഇത് വേണ്ട വെച്ചിട്ടൊന്നും അമ്മമ്മേനെ വൈകിട്ടത്തേക്ക് ഉമ്മർത്തിക്ക് ഇരുത്തുട്ടാ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതാണ് തൊട്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുകയായിരുന്നു വീഡിയോയിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാട്ടാ. പിന്നെ വിൻഷാൻ്റെ ചേട്ടൻ്റെ ചടപ്പ് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. മറ്റേത് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളാട്ടെന്ന്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോസിൽ നിർത്തിച്ചേക്ക് കേട്ടോ ആളേനെ. അപ്പോൾ കറക്റ്റ് വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വിൻഷാട്ടിൻ്റെ ചേട്ടട്ടാ. അപ്പോൾ ഇത് വിൻഷാട്ടിൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് കേട്ടോ, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് രാഹുലേട്ടൻ. പിന്നെ അമ്മമ്മ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മണിയേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് നോക്കട്ടെ, നീ എടുത്ത ഫോട്ടോ നോക്കട്ടെ, വീഡിയോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോൺ വാങ്ങാൻ വരിക കേട്ടോ. പിന്നെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്ക്. ഇതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഉണ്ണിയേട്ടൻ്റെ അവിടെ നിന്ന്, ചാത്തന്നൂർ ഉണ്ണിയേട്ടൻ്റെ കടയിൽ നിന്നാട്ടാ. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി നല്ല ചുള്ളന്മാരും ചുള്ളത്തികളൊക്കെ ആയിട്ട് വന്ന് നിന്നൂട്ടാ. ഇവിടുത്തെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സ്ഥലം പറഞ്ഞ് ഇതായിരുന്നു കേട്ടോ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി, ഞങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ നമ്മളത് ഈ ഒരു പൊസിഷനിൽ നിന്നിട്ടാണ് ഞങ്ങൾ കേക്ക് മുന്നേ എപ്പോഴും കട്ട് ചെയ്തായിരുന്നു. പിന്നെ അത് അച്ഛൻ പറക്കി പോയി കിടന്നു. അപ്പോൾ അച്ഛൻ വന്നു, പിന്നെ അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ കേക്ക് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മീൻസ് അച്ഛനമ്മ ഇതേ കേക്ക് കട്ട് ചെയ്തു. പിന്നെ നമ്മളെല്ലാവരും കൂടി നിന്നു. പിന്നെ അപ്പുറത്തുനിന്ന് ഇതേ സന്ധ്യേച്ചിയുടെ പൊന്നു സന്ധ്യേച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സന്ധ്യേച്ചി ഇടയ്ക്ക് വീഡിയോ എടുത്തത്, മറ്റേത് ഞാനാ നിന്ന് വീഡിയോ എടുത്തിടുന്നതാണ്. അപ്പം ഞാൻ പെടില്ലല്ലോ. അപ്പം സന്ധ്യേച്ചി നിൽക്കണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഈ ഒരു പോർഷനിൽ ഞാൻ സന്ധ്യേച്ചിയോട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ സന്ധ്യേച്ചി നിന്ന് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. പിന്നെ നമ്മളിതേ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുന്നു. പിള്ളേരുകളൊക്കെ ഇതേ ഫോണിൽ ഗെയിം കിട്ടിയിട്ട്, കാരണം ഇങ്ങനെ ഒരു തിക്കും തിരക്കിൻ്റെ ഇടയിലാണ് ഇവർക്ക് ഫോൺ കിട്ടുക കുട്ടികളുടെ ഇടയിൽ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇടയിലാവില്ലേ, ആ ഒരു അവസരം എല്ലാവരും നിന്ന് മുതലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യെല്ലോ ചുരിദാറില്ലേ, അതാണ് വിൻഷാട്ടിൻ്റെ അനിയത്തി. പിന്നെ ഈ ജീൻസിൻ്റെ കോട്ട് ഇട്ടത് വിൻഷാട്ടിൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. പിന്നെ അത് അച്ഛൻ, അമ്മ, ഉണ്ണികൾ, ഇതൊക്കെ ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ കുട്ടികളാണ്. ചേട്ടന് മാത്രമാണ് 2 കുട്ടികൾ കേട്ടോ. പിന്നെ എനിക്കും പെങ്ങൾക്കും ഒക്കെ ഞങ്ങൾക്ക് ഒരു കുട്ടികൾ വീതം, എല്ലാവർക്കും ആൺകുട്ടികളാട്ടോ. നമ്മുടെ ഇതിൽ പെൺകുട്ടി ഇല്ല. ഇത് നമ്മുടെ പൊന്നു വിൻഷാട്ടിൻ്റെ കസിൻ്റെ മോളാണ്. അപ്പോൾ ഇതാണ് സന്ധ്യേച്ചി കേട്ടോ. സന്ധ്യേച്ചി അവിടെ നിൽക്കി ഇത്ര നേരം വീഡിയോ എടുത്ത് തന്നിടുന്നത്. തൊട്ടപ്പുറത്ത് വിൻഷാൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഇതേ കാണുന്ന വീടില്ല, അതാണ് സന്ധ്യേച്ചിയുടെ വീട്. പിന്നെ രാഹുലേട്ടൻ വീഡിയോയിൽ പെടാണ്ടിരിക്കാനെന്ന് തോന്നുന്നു, അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ സന്ധ്യേച്ചി ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മണി പ്ലാന്റും ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് പട്ടാമ്പിക്ക് പോകാൻ. കുറേ നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കുറേ നേരം ഇരുന്നു കേട്ടോ അവിടെ, കാരണം അച്ഛൻ വെപ്പിന് പോയി കിടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരാൻ കുറേ നേരം എടുത്തു. പാറുമൊക്കെ ആണെങ്കിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എവിടെ ഇറങ്ങി, അവരും ഉണ്ടായിരുന്നു കേട്ടോ നേർച്ചയ്ക്ക്
പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ നിങ്ങൾ ഇറങ്ങിയോ ചോദിച്ചിട്ട് അവളിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇല്ല, ഇവിടെ അച്ഛൻ വന്നിട്ടില്ല, ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ട് വരാം, ഇറങ്ങുമ്പോൾ വിളിക്കാമെന്നൊക്കെ അവരോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും, ഞാനും തേജും മിൻഷാട്ടിനും ഇറങ്ങുകയാണ്. പിന്നെ രാഹുലേട്ടനും ഇവരും സച്ചും കൂടിയിട്ട് ഓൾറെഡി നേരത്തെ അവിടെ പോയിട്ട് വന്നു കേട്ടോ. നമ്മൾ ഈ നേരത്തെ പോണത്. പിന്നെ ഞങ്ങൾ ഇതേ വണ്ടിയുമ്പോൾ കയറി യാത്ര പറച്ചിലാണ് കേട്ടോ എല്ലാവരോടും. പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഞങ്ങൾ പോകാൻ നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ ഇറങ്ങിയിട്ട്, അത് വിൻഷാട്ടിൻ്റെ വീടിൻ്റെ അവിടുത്തെ പാടം തന്നെയാണ് കേട്ടോ. ഇവരുടെ വീട് പാടത്തിൻ്റെ നടുക്കാണ്, 2 സൈഡും പാടാണ്. ഇങ്ങനെ ഒരു വഴി ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ആയിട്ട് 2, 3, 4 വീടുണ്ട്, അങ്ങനെയാണ് ഉള്ളത്. പിന്നെ നമ്മളിതേ പട്ടാമ്പി എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇവിടെ എന്താ ഈ ഒരു സ്ഥലപ്പേരെന്താന്ന് പറഞ്ഞേക്ക് അറിയില്ല. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ, സോറി ലെഫ്റ്റ് സൈഡ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡ് പോയാൽ എന്താ പറയുക, നമ്മുടെ ഞാങ്ങാട്ടി റോഡാണ് കേട്ടോ ഷോർട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ബ്ലോക്കായി. അവിടുന്ന് അങ്ങോട്ട് വണ്ടി കടത്തി വിടുന്നില്ല എല്ലാവരോടും. ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകണം. ഇവിടുന്ന് അങ്ങോട്ട് പട്ടാമ്പിക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ചെറിയ നടത്തൊന്നുമല്ല നടക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഈ ഷോർട്ട് അടിച്ചിട്ട് എല്ലാവരും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുകയാണ്, ഈശ്വര പോകണോ, അതേ കണ്ടോ ആനവണ്ടി കൊടുന്ന് അവിടെ ഇട്ടേക്കാണ്, ആനയുടെ വണ്ടി. പിന്നെ പോലീസുകാർ അങ്ങോട്ട് വണ്ടി കടത്തി വിടില്ല, ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പാലം കിടന്നിട്ട് പോകണം. ഒരുപാട് നടക്കാണ്ട് നല്ല തിരക്കും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി റിസ്ക് ആണ്. ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ വല്ലാണ്ട് നേർച്ച കാണണം എന്നുള്ള വല്ലാത്ത ആഗ്രഹമില്ലേ, കാണാത്തതുകൊണ്ട് ഇങ്ങനെ കേട്ടിട്ടുള്ളൊരു പരിചയമുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്ത് കണ്ടാൽ കൊള്ളാം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എന്നാൽ വേണ്ട നമുക്ക് പോകണ്ട, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. 9:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ, 9:30 10 മണിയോളം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ നടന്നിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ 11 മണിയാവും. അവിടെ നടന്നെത്തിയോണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ ഇങ്ങോട്ട് തിരിച്ചതുപോലെ നടക്കും വേണമല്ലോ. അപ്പോൾ പിന്നെ തേജുവിന് ക്ലാസ് ഉണ്ട് പിറ്റേന്ന്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ടാസ്ക് ആയിരിക്കുന്നു മനസ്സിലായിട്ട് നമ്മൾ തിരിച്ച് ഞാങ്ങാട്ടിരി കൂടിയിട്ടാണ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകാൻ നോക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ വലിയ വിഷമമൊന്നുമില്ല. വിൻഷായിട്ട് ചോദിച്ചു, നിനക്ക് കാണണമെന്നുണ്ടായിരുന്നോ, നിനക്ക് ഫീലായോ, പോവാന്ന് പ്ലാനിട്ട് നമ്മൾ ഇറങ്ങിയതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര ആഗ്രഹം ഇതായിട്ട് നിൽക്കണമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ തന്നെ ഏട്ടാ പറഞ്ഞ ആൾ നമുക്ക് വേണ്ട പോവാന്ന് വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ പാറൂനി വരേനൊക്കെ വിളിച്ച് പറഞ്ഞു, അല്ലേടി ഞങ്ങൾ പോവുകയാണ്, ഇങ്ങനെ കടത്തി വിടണില്ല, നടക്കേണ്ടി വരും എന്നൊക്കെ അവരോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് വിൻഷാട്ടിൻ്റെ അമ്മ വീട് കേട്ടോ, ഞാങ്ങാട്ടിരി. അപ്പോൾ വിൻഷാട്ടിൻ്റെ കുറേ ബന്ധക്കാരുടെ വീട് ഇവിടെ ഉണ്ട്. അപ്പോൾ പോണ വഴിക്ക് വിൻഷാട്ടിൻ്റെ ഒരു കുട്ടമാമനെ കണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വീട്ടിൽ കയറി പൊക്കോളോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയത്. പക്ഷെ നമ്മൾ ഒന്നാമത് രാത്രിയായില്ലോ. പിന്നെ ഈ അംഗനവാടി ഉണ്ട്, ഇവിടെയാണ് വിൻഷാട്ടിൻ്റെ പെങ്ങളുടെ കുട്ടി അംഗനവാടി പോയിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ അതിനെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറാൻ, പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, ഒന്നാമത് രാത്രിയായില്ലോ. അപ്പോൾ ഈ വഴിയാട്ടോ വിൻഷാട്ടിൻ്റെ അനിയത്തിനെ കൊടുത്തിരിക്കുന്ന വീട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഞാങ്ങാട്ടിരി മുക്കാരിത്തിക്കാവ് അമ്പലമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂരമാണ് ഇവിടുത്തെ പൂരം. ഇവിടെ വന്നേലേ, വിൻഷാട്ടിൻ്റെ ഇവിടെ വന്നേലേ കുറേ പൂരത്തിന് പോയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പൂരമാണ് ഞാങ്ങാട്ടിരി മുക്കാരിത്തിക്കാവ് അമ്പലത്തിലെ പൂരം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, നല്ല രസമാണ് ഇവിടുത്തെ പൂരം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഗാനമേളയും പാട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ സൺഡേ ആയിട്ടാണ് വരണത്. എന്തായാലും നമ്മൾ പോവുക, നമ്മൾ എല്ലാ കൊല്ലം പോവാറുള്ള ഒരു പൂരമാണ് കേട്ടോ, എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ പിന്നെ ഞങ്ങൾ വരുമ്പോൾ പിന്നെ തേജുവിന് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ തണ്ണിമത്തനോ പിന്നെ മുളക് പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ഏതാ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പഴം വേണോ ഇത് വേണോ എന്നൊക്കെ. അങ്ങനെ നമ്മളെന്താ തേജുവിന് എന്തൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് ഇരിക്കാം, വിൻഷാട്ടൻ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ തേജപ്പൻ്റെ അടുത്ത് പോയിട്ട് വണ്ടിയും ഇരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കണില്ല. അപ്പോൾ അവൻ്റെ കൂടെ വണ്ടിയുമ്പോൾ ഞാനിരുന്നു. വിൻഷാട്ടനാണ് പിന്നെ ഓരോന്ന് എടുക്കണത് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് കുട്ടി ഇറങ്ങി കേട്ടോ. ലേസ് കണ്ടപ്പോൾ വണ്ടിയിൽ നിന്ന് താൻ ഇറങ്ങിയിട്ട് ഒരു ലേസ് വാങ്ങി പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തണ്ണിമത്തനും അതുപോലെ അനാറോ തോന്നുന്നു കേട്ടോ, അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതേ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. ഇതൊക്കെ പിടിച്ചിനി ഇരിക്കേണ്ട അവസ്ഥ എനിക്കതാണ് ഏറ്റവും മടി. എന്തെങ്കിലും വാങ്ങിയിട്ട് ബൈക്കമ്മ പോവാ പറഞ്ഞപ്പോൾ ഭയങ്കര മടിയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും 1-2 വാങ്ങാനാവും പോവുക. പക്ഷേ ഓരോന്ന് കാണുമ്പോൾ വാങ്ങിയിട്ട് അത് കുറച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങും. ഇതൊക്കെ വാങ്ങിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇതൊക്കെ ഏറ്റിപ്പിടിച്ചിരിക്കണം, കൈ കടയും ആകെ ഭ്രാന്ത് പിടിക്കിരിക്കട്ടെ. ഞാൻ എന്നിട്ട് പറയണ്ട, അതും കുഞ്ഞു തണ്ണിമത്തൻ വാങ്ങിയ പോരെന്നാണ് ഞാൻ ചോദിക്കണത്. കാരണം നല്ല കനണ്ടായിരുന്നു ഈ തണ്ണിമത്തൻ. അങ്ങനെ ഇതും പിടിച്ചിട്ട് നമ്മളിത് നമ്മുടെ വീടെത്തിയിട്ടാ. പിന്നെ വെസ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. എന്തോ ഇപ്പം തീരെ വെസ്പില്ല, ഞങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ. തേജുവിനായാലും എല്ലാവർക്കും കുറച്ച് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്നുള്ളൂ. എന്തോ വെസ്പിന് എന്തോ പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. ഫുള്ള് ഡേ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് ഇവിടെ വലിച്ചക്കുറവ് ഓക്കെ. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തേജു ആറ്റാറ്റ് പറയാം. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക. വീഡിയോസൊക്കെ എല്ലാം കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഇത് ഞാൻ എടുത്തിട്ടില്ല കേട്ടാ. ഇത് ഗുഡ് നൈറ്റ്.
ഇത് മീഷോയാണ് കേട്ടാ. ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല. ഡാൻസ് കണ്ടോന്ന് വിചാരിക്കുന്നു. ഡാൻസ് ഒക്കെ ഒന്ന് കണ്ടു. രണ്ട് ഇന്നലത്തെ വീഡിയോയിലെ ഡാൻസ് ഒക്കെ കണ്ടില്ലേ നിങ്ങള്? അപ്പൊ ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇതൊരു ക്രോപ്പ് ടോപ്പാണ് വരുന്നത്. ഞാൻ റിവ്യൂ ചെയ്യണേക്കാൻ മുന്നൊന്ന് എടുത്തിട്ടു എന്നുള്ളൂ. അപ്പൊ അതേ തണ്ണിമത്തം മുറിച്ച് തരുന്നുണ്ട് വിൻഷേട്ട് അപ്പുറത്ത് നിന്നിട്ട്. അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.